സംഗമ ഗ്രാമമാധവാചാര്യരുടെ പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ മുന്നിൽ കാണുന്ന ഈ രണ്ട് ശിലകൾ, ഇത് സംഗമ ഗ്രാമമാധവ ആചാര്യർ വാനനിരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ശിലയാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാനത് അംഗീകരിച്ചിരുന്നില്ല. കാരണം എൻ്റെ അപ്പോഴത്തെ ചിന്ത ആധുനിക കാലത്തെ എൻ്റെ ചിന്തകളോട് സമരസപ്പെടുന്ന ഒരു യുക്തിയായിരുന്നു എന്നിലുണ്ടായിരുന്നത്. പക്ഷെ 600 വർഷം മുൻപ് AD 1300 മുതൽ 1410 വരെയുള്ള സംഗമഗ്രാമ മാധവ ആചാര്യരുടെ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സംവിധാനങ്ങൾ എന്തായാലും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാലത്തെ 360 ഡിഗ്രികളായും 12 കൂറുകളായും ഒക്കെ ദശകളായും ഒക്കെ അങ്ങനെ പല രീതിയിൽ വിഭജനം നടത്തി ഏറ്റവും സൂക്ഷ്മമായൊരു വിഭജനം കാലത്തിന് നടത്താൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് തീർച്ചയായും ഇത്തരത്തിലുള്ള ശിലകൾ, ചിലർ പിന്നെ മറ്റൊരു തർക്കം, ക്ഷേത്രങ്ങളിൽ ശിലകളില്ല, അതൊരു തെറ്റായ തർക്കമാണ്. കാരണം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ തീർച്ചയായും സൂര്യ നമസ്കാര ശിലകൾ ഉണ്ടാകും. സൂര്യ നമസ്കാര ശിലകൾ സൂര്യന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിയമമില്ല. ഏകാന്തത, ഒരു വാനനിരീക്ഷകൻ തീർച്ചയായും ഏകാന്തത ആഗ്രഹിക്കും. ഇന്ന് കാണുന്ന ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്ര സന്നിധിയിൽ ധ്യാനനിമഗ്നനായിരിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ചത് ഈ സൂര്യ നമസ്കാര ശിലകളാണ് എന്ന് പറയുന്നതിനെ ഖണ്ഡിക്കേണ്ട കാര്യമേ ഇല്ല. അതിനർത്ഥം ഈ ശിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വേണ്വാരോഹം രചിച്ചു എന്നായിരിക്കണമെന്നില്ല. പിന്നെ ശിലകൾക്കുള്ള ശക്തി, ഭാരതത്തിൻ്റെ ശൈവ സങ്കല്പത്തിൽ ഇപ്പം ശിവലിംഗത്തെക്കുറിച്ച് നമുക്ക് എന്ത് പറയാം? ശിവലിംഗം തീർച്ചയായിട്ടും ഒരു ശക്തി ശിലയാണ്. പിന്നീടാണ് നമ്മളതിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ശിലകളുടെ ആ ഊർജം, അത് സൂര്യ നമസ്കാരത്തിന് വേണ്ടി എത്രമാത്രം ഉപയോഗിക്കുന്നുവോ അത്രമാത്രം അതിൻ്റെ ഊർജം വർദ്ധിക്കുമെന്നുള്ളത് ഒരു ശാസ്ത്ര സത്യമാണ്. ആ ശാസ്ത്ര സത്യം തന്നെയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടതുള്ളൂ. ഇതിൽ ഒരു ശില തീർച്ചയായും ഊർജ്ജശിലയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ സൂര്യ നമസ്കാരത്തിൻ്റെ ശിലയും ചന്ദ്രനെ അദ്ദേഹം നിരീക്ഷിക്കുന്നതിൻ്റെ വാനനിരീക്ഷണം നടത്തുന്നതിന് അദ്ദേഹത്തിനൊന്ന് കിടന്ന് വിശ്രമിക്കാൻ, നമ്മളിന്ന് ആട്ടുകട്ടിലും തേക്കിൻ്റെ വലിയ വിശാലമായ മഞ്ചങ്ങളൊക്കെ ഭാവനയിൽ കാണുന്ന നമുക്ക് ഒരു ശില അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നെന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ ബുദ്ധി എത്താത്തത് കൊണ്ട് നമ്മുടെ പല കൊട്ടാരങ്ങളിലും ശിലകൾ, മിനുസപ്പെടുത്തിയ ശിലകളാണ് കട്ടിലുകളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ നമ്മുടെ മുൻപിൽ ചരിത്ര സത്യങ്ങളായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഗമഗ്രാമ മാധവന്റെ ധ്യാനത്തിനും അദ്ദേഹത്തിൻ്റെ വാനനിരീക്ഷണത്തിനും അദ്ദേഹത്തിൻ്റെ ഏകാന്തതയിലെ വിശ്രമത്തിനും അദ്ദേഹം ഈ ശിലകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നതിൽ നമുക്ക് തർക്കത്തിന് അവകാശമില്ല. ഈ പവിത്രമായ സന്നിധിയിൽ ഈ വട്ടശ്രീകോവിലും വൃത്തത്തെക്കുറിച്ചുള്ള, ഇൻഫിനിറ്റി സീരീസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് ബാല്യം മുതൽ അദ്ദേഹം കാണുന്ന, ഈ ക്ഷേത്രത്തിന് 1000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് ആധുനിക പഠനങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഗമഗ്രാമ മാധവന് മുൻപും ഈ ക്ഷേത്രമുണ്ടായിരുന്നു. അപ്പോൾ ബാല്യം മുതൽ ഈ വട്ടശ്രീകോവിലിനു ചുറ്റും വൃത്താകൃതിയിൽ പ്രദക്ഷിണം ചെയ്തിരുന്ന മാധവനിൽ തീർച്ചയായിട്ടും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തെക്കുറിച്ചുള്ള അറിവുകൾ ആ വട്ടശ്രീകോവിലിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകും. നമുക്ക് ഒരു തർക്കത്തിന് വിധേയമാക്കേണ്ടതില്ല. എന്തായാലും ലോകം ഇന്ന് സംഗമഗ്രാമ മാധവനെ, ലോകത്തെ ഗണിതശാസ്ത്രജ്ഞർ മാത്രമല്ല പാശ്ചാത്യ ശാസ്ത്ര ലോകം ഇന്ന് സംഗമഗ്രാമ മാധവനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് തീർച്ചയായും ഒരു വസ്തുതയാണ്. ഈ പവിത്രമായ സന്നിധിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ മഹാജ്ഞാനത്തിന് മുൻപിൽ നമുക്ക് ശിരസ്സു നമിക്കാം. സംഗമഗ്രാമ മാധവനെ ഭാരതത്തിൻ്റെ ശാസ്ത്ര പ്രതീകമായി അവതരിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആര്യഭട്ടീയത്തെ ചോദ്യം ചെയ്ത ആളാണ് സംഗമഗ്രാമ മാധവൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തർക്കിക്കാൻ വരും. പക്ഷെ അതാണ് സത്യം. അതോടൊപ്പം സംഗമഗ്രാമ മാധവന്റെ വേണ്വാരോഹത്തിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ കണ്ടെടുക്കപ്പെട്ട മറ്റൊരു കൃതിയിലും ലഗ്നപ്രകരണം വളരെ കൃത്യമായിട്ട് സാധാരണ അഹങ്കാരപൂർവം സംസാരിക്കാറുണ്ട് പണ്ഡിതര്. പക്ഷേ സംഗമഗ്രാമ മാധവൻ വേണ്വാരോഹത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആദ്യത്തെ ഒരു 15 ശ്ലോകത്തോളം അദ്ദേഹം ഇത് പറയാനുള്ള എൻ്റെ യോഗ്യത എന്താണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് സംഗമഗ്രാമ മാധവനായ ഞാൻ ആ ഭാഷ ആര്യഭട്ടീയത്തിൽ നിന്ന് അതേ ഭാഷയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ അതിലെ പല നിഗമനങ്ങളും തെറ്റാണ് എന്ന് കണക്കുകൾ സഹിതം
ശാസ്ത്രീയമായിട്ടത് പറയാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഹങ്കാരം ലവലേശമില്ലാതെ വേണുവാരോഹത്തിൽ സംഗമഗ്രാമ മാധവൻ ചാന്ദ്ര ഭ്രമണപഥത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശാസ്ത്രീയതയെ സംബന്ധിച്ച് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇതായിരുന്നുവോ അല്ലയോ എന്ന് തർക്കിക്കുന്നവരുണ്ടാകാം. പക്ഷെ ലഭ്യമായ അറിവുകളിൽ ഉണ്ണുനീലി സന്ദേശം പോലെ, കോക സന്ദേശം പോലെയുള്ള സന്ദേശകാവ്യങ്ങൾ നമുക്കറിയാം. സന്ദേശവാഹകന്റെ യാത്രയുടെ ആ ഒരു ഗതിയാണ് സന്ദേശകാവ്യങ്ങൾ. ഇന്ന ഗ്രാമത്തിലിറങ്ങി ഇന്ന ആളെ കണ്ട് അടുത്ത ഗ്രാമത്തിൽ. അപ്പം അതിൽ ഉണ്ണുനീലി സന്ദേശത്തിലും കോക സന്ദേശത്തിലും പറയുന്നുണ്ട് സംഗമ ഗ്രാമത്തിൽ ഇറങ്ങി ഇന്ന ആളെ കണ്ട് പോകണമെന്ന് സന്ദേശവാഹകനോട് പറയുന്നുണ്ട്. അപ്പോൾ സംഗമഗ്രാമം ഇരിങ്ങാലക്കുട എന്ന് ഇന്നറിയപ്പെടുന്നത് മുൻപ് സംഗമഗ്രാമമായിരുന്നു. സംഗമഗ്രാമത്തിൻ്റെ അതിർത്തികൾ എന്തായിരുന്നുവെന്ന് ഇന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മഹോദയപുരം, മഹാസംസ്കൃതിയുടെ തലസ്ഥാനമായിരുന്ന മഹോദയപുരം, ആ മഹോദയപുരത്തിൻ്റെ ഉള്ളിലുള്ള സ്ഥലം തന്നെയായിരുന്നു സംഗമഗ്രാമം. തൊട്ടടുത്തുള്ള താഴേക്കാട് ശിവക്ഷേത്രം, സംഗമഗ്രാമ മാധവൻ ഒരു ശൈവഭക്തനായിരുന്നു എന്നതിൽ തർക്കമില്ല. അത് അദ്ദേഹത്തിൻ്റെ താഴേക്കാട് ശിവക്ഷേത്രം, അതോടൊപ്പം താഴേക്കാട് പള്ളി ശാസനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാം കൂട്ടിയോജിക്കുമ്പോൾ മഹോദയപുരത്ത് സംഗമഗ്രാമം എന്ന ഒരു മഹാഗുരുകുലമോ സംഗമഗ്രാമ മാധവ ആചാര്യരുടെ ഗുരുകുലമോ ഉണ്ടായിരുന്നിരിക്കാം എന്നതിൽ തർക്കത്തിന് യാതൊരു സ്ഥാനവുമില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരകളെക്കുറിച്ച് നേരിട്ട് സംഗമഗ്രാമ മാധവന്റെ ശിഷ്യനായിരുന്ന ദാമോദരന്റെ ശിഷ്യനായിരുന്ന അച്യുത പിഷാരടി വേണുവാരോഹത്തിൻ്റെ ആദ്യത്തെ മലയാള വിവർത്തനം, ഭാഷാ വിവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നു, നേത്രനാരായണന്റെ ആജ്ഞയാലാണ് ഞാൻ ഈ വിവർത്തനം നടത്തുന്നത്. നേത്രനാരായണൻ എന്നറിയപ്പെടുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. അദ്ദേഹം ഒരു രാജ്യഭരണാധികാരി, നാടുവാഴി, ഒരു കൃതി വിവർത്തനം ചെയ്യണമെന്ന് തൻ്റെ ആശ്രിതനായ ഒരു പണ്ഡിതനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കൃതിക്കും അതെഴുതിയ സംഗമഗ്രാമ മാധവനും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്കും അക്കാലത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ചരിത്ര വസ്തുതകളാണ് ഈ ഡോക്യുമെൻ്ററിയിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പണ്ഡിത പ്രജ്ഞരായ ആളുകളോടൊപ്പം സംഗമഗ്രാമ മാധവന്റെ പരമ്പരയിൽപ്പെട്ടവരും നമ്മളോട് സംസാരിച്ചു എന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമുക്ക് സംഗമഗ്രാമ മാധവാചാര്യരുടെ പാദങ്ങളിൽ നമസ്കരിക്കാം. അദ്ദേഹത്തിൻ്റെ യശസ്, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ലോകത്തിന് തന്നെ മാതൃകയായി എന്ന് നമുക്ക് അഭിമാനപൂർവ്വം ലോകത്തോട് വിളിച്ചു പറയാം.